പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത്. വഖഫ് സ്വത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ പാവപ്പെട്ട മുസ്ലിം യുവാക്കൾക്ക് സൈക്കിളിൽ പഞ്ചറൊട്ടിക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് പറഞ്ഞതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത്. AIMIM തലവനും ഹൈദരാബാദ് MP-യുമായ അസറുദ്ദീൻ ഒവൈസി, അതുപോലെ കോൺഗ്രസിന്റെ രാജ്യസഭാ MP കൂടിയായ ഇമ്രാൻ എന്നിവരാണ് പ്രധാനമന്ത്രിക്കെതിരെ ഇപ്പോൾ വിരൽ ചൂണ്ടി രംഗത്ത് വന്നത്. വഖഫിന്മേൽ ഇനി ഒരു അഴിമതിയും നരേന്ദ്രമോദി വെച്ചു പൊറപ്പിക്കില്ല എന്നത് മനസ്സിലായതോടെ തന്നെ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ തോന്നിയത് വിളിച്ചു പറയുകയാണ് ഈ നേതാക്കൾ. കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും ലക്ഷ്യം തന്നെ മുസ്ലിം വോട്ടുകളാണ്. അതിനാൽ തന്നെ അവർ ഇല്ലാത്ത ആരോപണങ്ങൾ ഉൾപ്പെടെ പറയാൻ മടിയില്ലാത്തവരാണ് എന്നതാണ് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നതും. എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച പ്രതികരണം ഇങ്ങനെയാണ്. അസറുദ്ദീൻ ഒവൈസി പറയുന്നത്, സംഘ് അതിന്റെ പ്രത്യയശാസ്ത്രവും വിഭാഗങ്ങളും രാജ്യ താൽപര്യത്തിനായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിക്ക് കുട്ടിക്കാലത്ത് ചായ വിൽക്കേണ്ടി വരില്ലായിരുന്നുവെന്നും തന്റെ സർക്കാർ അധികാരത്തിലിരുന്ന 11 വർഷത്തിനിടെ പ്രധാനമന്ത്രി മോദി ദരിദ്രർക്ക്, ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ വേണ്ടി എന്താണ് ചെയ്തതെന്നും വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ സംഭവിച്ചതിന്റെ ഏറ്റവും വലിയ കാരണം വഖഫ് നിയമങ്ങൾ എല്ലായ്പ്പോഴും ദുർബലമായിരുന്നു എന്നതാണ്. മോദിയുടെ വഖഫ് ഭേദഗതികൾ അവയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഒവൈസി പറയുന്നത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചായ വിറ്റ് നടന്ന കാലത്തെക്കുറിച്ചാണ് ഉപമിക്കുന്നത്. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ. ഈ നിയമം ഇല്ലാതാക്കും എന്ന് പറയുന്ന ചിലർ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നതും നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതാണ് ഒവൈസിയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇത് കൂടാതെ തന്നെ കോൺഗ്രസിന്റെ രാജ്യസഭാ MP അദ്ദേഹത്തിന്റെ വാക്കുകൾ മറ്റൊന്നാണ്. മുസ്ലിങ്ങൾ പഞ്ചർ ശരിയാക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി ഉപയോഗിക്കുന്ന ഭാഷ. ഇത്തരം ഒരു പരാമർശം പ്രധാനമന്ത്രിക്ക് ചേരുന്നതല്ല എന്നും, കൂടാതെ രാജ്യത്തെ യുവാക്കളെ നിങ്ങൾ ഈ നിലയിലേക്ക് കൊണ്ടുവന്നും ജോലികൾ ഇല്ലാതാക്കിയെന്നും, അതുപോലെ പഞ്ചർ ശരിയാക്കുകയോ ഫിറ്റർ വിൽക്കുകയോ ചെയ്യുക എന്നതാണ് ഏക പോംവഴിയെന്നും, മുസ്ലിങ്ങൾ പഞ്ചർ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നതെന്നും, മുസ്ലിങ്ങൾ എന്താണ് ചെയ്യുന്നത് എനിക്ക് അറിയാമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിനുള്ള സമയമല്ല ഇപ്പോഴെന്നും, വഖഫ് ബില്ലിനുള്ള മുസ്ലിങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ലോക്സഭയിൽ അത് അവതരിപ്പിക്കാൻ നിങ്ങൾക്കൊരു മുസ്ലിം MP പോലും ഇല്ല എന്നും, മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ലോക്സഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിൽ പോലും നിങ്ങൾക്കൊരു മുസ്ലിം വനിതാ അംഗമില്ല എന്നും, അതുപോലെ തന്നെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ജന്മദിനാഘോഷത്തോട് സംബന്ധിച്ചിട്ടുള്ള പാർലമെന്റ് ചടങ്ങിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമായ സുപ്രിയ ഗ്രനേറ്റ് ചോദിക്കുന്നത്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം പാർട്ടി നേതാവിന്റെ പേര് നൽകാത്തതെന്ന പ്രധാനമന്ത്രിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് BJPക്ക് ഒരു ദളിത് മുഖ്യമന്ത്രി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് അവർ തിരിച്ചു ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതും. ഈ സമീപനം മുസ്ലിങ്ങളെയും ദോഷകരമായി ബാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് ചില മതമൗലികവാദികളെ സന്തോഷിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. സമൂഹത്തിലെ മറ്റുള്ളവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരും ദരിദ്രരുമായി തുടരുന്നു. ഈ തെറ്റായ സമീപനത്തിന്റെ ഏറ്റവും വലിയ തെളിവ് വഖഫ് നിയമത്തിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഭേദഗതികൾ വരുത്തി വഖഫ് നിയമത്തിൽ പുതിയ മാറ്റം ഉണ്ടായതോടെ തന്നെ ഭൂമി കൊള്ളയും അവസാനിക്കുകയാണ്. ദരിദ്രരെ കൊള്ളയടിക്കുന്നതും അവസാനിക്കും. പുതിയ വഖഫ് നിയമപ്രകാരം ഒരു ആദിവാസിയുടെ ഭൂമിയോ സ്വത്തോ വഖഫ് ബോർഡിന് തൊടാൻ കഴിയില്ല. പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ പസ്മാന്ത മുസ്ലിങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കും. ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതി എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുപോലെ കോൺഗ്രസ് എല്ലായ്പ്പോഴും മതമൗലികവാദികളെ പ്രീണിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വഖഫ് ഭേദഗതി നിയമത്തിലെ അവരുടെ നിലപാടെന്നും മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.